മതരാഷ്ട്രവാദത്തിന് അടിത്തറ പാകുന്ന SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷവും വലതുപക്ഷവും വിലപേശി വാങ്ങി എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. എന്റെ സ്വന്തം നിയോജക മണ്ഡലമാണ് നേമം. ആ നേമം നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടി മത്സരിക്കുന്ന ആ നേമം നിയോജക മണ്ഡലത്തിൽ മതരാഷ്ട്രവാദ ഭീകരവാദ സംഘടനയാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത് ISISന്റെ ഭാരതത്തിലെ പതിപ്പായിട്ടുള്ള സംഘടനയാണ് SDPI എന്ന് പറഞ്ഞ ആ സംഘടനയുടെ വോട്ട് വാങ്ങിയതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ നേതാവാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് മഞ്ചേശ്വരത്ത് കോൺഗ്രസിന്റെ കൂട്ടത്തിലുള്ള, അതായത് UDFന്റെ കൂട്ടത്തിലുള്ള അവിടുത്തെ നിലവിലെ MLA ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അഷ്റഫ് എന്ന് പറയുന്ന ആ മഹത് വ്യക്തി അദ്ദേഹം പറയുകയാണ് SDPI എന്ന് പറഞ്ഞാൽ സെക്യുലർ ആണ്. അപ്പൊ കേരളത്തിനകത്ത് എന്റെ ചോദ്യം ഇതാണ്, ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കേരളത്തിൽ സെക്യുലറാണ്. അപ്പൊ ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന SDPIയും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ പ്രീണനവാദ ശക്തികളെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് LDFോ UDFോ നാളെ ഒരു ഭരണമുണ്ടാക്കിയാൽ സ്വാഭാവികമായും ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിൽ ശക്തി പ്രാപിക്കില്ലേ? കേരളം തീവ്രവാദികളുടെ നഴ്സറിയായി മാറും എന്നുള്ള രാഷ്ട്രീയം നമ്മൾ പറയാതിരിക്കാൻ സാധിക്കുമോ? കേരളത്തിൽ CPM ഏറ്റവും ശക്തിയുള്ള കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം ISISന്റെ പ്രവർത്തകന്മാർ ഇന്ത്യക്ക് പുറത്തുപോയി രാജ്യവിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം പറയാതെ പോകാൻ സാധിക്കുമോ? അപ്പൊ ഇത്തരം വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം എന്താണ്? സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് തടിയന്റെ വിട നസീർ എന്ന് പറയുന്നയാൾ എവിടെ നിന്നാ പോയത്? നന്ദു തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? അത് ലവ് ജിഹാദായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ ലവ് ജിഹാദ് എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലവ് ജിഹാദിന്റെ ഉത്തമമായ ഉദാഹരണം ഒരുപാട് നാനാർത്ഥങ്ങൾ ഉണ്ടല്ലോ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പല വിധത്തിലാണല്ലോ. നന്ദു പറഞ്ഞത്, നന്ദുവിനോട് ഞാൻ ചോദിച്ചതിന് ഉത്തരമായിട്ടാണ്. ആ ചോദ്യം ലവ് ജിഹാദിനെ കുറിച്ചായിരുന്നു. ശ്രീമതി ആശ്രീലേഖയും കൃഷ്ണദാസും സംസാരിച്ചത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. സഖാവ് VS ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതിന്റെ കോണ്ടക്സ്റ്റ് മാറി. അതിനുശേഷം കേന്ദ്രത്തിൽ ഇത്ര വർഷക്കാലം സംസാരിച്ചപ്പോ അത് വിശുദ്ധമായ പശുവും അത് ഇന്ന് പ്രസക്തമായ കാര്യങ്ങൾ പറയുമ്പോ അത് വർഗീയതയുമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പറയുമ്പോ അതേ വിഷയം പറഞ്ഞാൽ അത് വർഗീയവും. അത് ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കോണ്ടക്സ്റ്റ് പറഞ്ഞുതരാം നന്ദു. അതായത് സഖാവ് VS പറഞ്ഞതാണ് നിങ്ങൾക്കുള്ള ഒരു അതിന്റെ ഒരു എന്താ പറയാ, അതിനെ നിങ്ങൾ അടിസ്ഥാനമാക്കുന്നത് VS പറഞ്ഞതാണെങ്കിൽ VSന്റെ ഒരുപാട് വചനങ്ങളുണ്ട് RSSനെതിരെ കൂടിയുള്ളത്. അതുകൂടെ മാനമാക്കി ഓക്കെ നന്ദു, ഇതിനകത്ത് വിശദീകരിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാം, നിങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാം, സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയാനൊന്നും തർക്കമൊന്നുമില്ല. ആധികാരികമായി കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, കണക്കുണ്ട് എന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് പറയുന്നു. തടിയന്റെ ഇവിടെ നസീർ പോയതിനെ കുറിച്ചല്ല, അത് ലവ് ജിഹാദ് ആയിരുന്നില്ലല്ലോ. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇതര സമുദായങ്ങളെ ബാധിക്കുന്നതാണ്. ആ സമുദായങ്ങളിലുള്ള പെൺകുട്ടികളെ എങ്ങനെ പ്രണയം നടിച്ച് വശീകരിച്ച് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ കണക്കെന്താണ്? ആ കണക്ക് പറയും. യെസ് നന്ദു. ശരി റാഷിദ്, ഞാൻ ഇത്രയും നേരം നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. ഞാൻ ഇനി മറുപടി പറയുമ്പോൾ താങ്കളുടെ ഒരു ഘട്ടത്തിലുള്ള ഇടപെടലും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം താങ്കൾ ഇടപെട്ടോളൂ. ഞാൻ വഴി തരാൻ തയ്യാറാണ്. ഇപ്പോ ഈ കേരളത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ പ്രസ്താവന വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ നിമിഷ ഫാത്തിമയടക്കം കേരളത്തിലെ സത്യസരണിയുമായി ചേർന്ന് നിന്നുകൊണ്ട്, മലപ്പുറത്തെ സത്യസരണിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ലവ് ജിഹാദുമായ ഒരു വിഷയം കേരളത്തിൽ ഇല്ല എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തക രംഗത്ത് നിൽക്കുന്ന റാഷിദിന് അഭിപ്രായം ഉണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരളത്തിനകത്ത് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് സ്റ്റേറ്റ് ചെയ്തതിൽ കേരളത്തിന്റെ മുൻ DGPമാരടക്കമുള്ളവരുണ്ട്. അവരെല്ലാം പറഞ്ഞത് കേരളത്തിനകത്ത് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം ഇല്ലെങ്കിൽ അവരത് പറയും. ഇനി അതിനും അപ്പുറത്ത് ശരി, ഞങ്ങൾ വർഗീയവാദികൾ, ഞങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ്, BJPക്കാർ മുഴുവൻ വർഗീയവാദികളാണ്, നിങ്ങൾ എടുത്തോ. എന്നാലും കേരളത്തിനകത്തെ സഭകൾ, ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിനകത്തെ സഭകൾ അവരുടെ കുട്ടികളോട് കൃത്യമായി ഇങ്ങനെ ഒരു ഇര വല വീശി വിരിച്ചിരിക്കുന്നു, നിങ്ങൾ ആ വലയിൽ പോയി പെടരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയമായതുകൊണ്ടാണോ? ഇത് സ്വാഭാവികമായി കേരളത്തിന്റെ പൊതുസമൂഹം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതല്ലേ. ഞങ്ങളുടെ കുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോകാൻ അവർ വരുമ്പോ ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് ബഹുമാനപ്പെട്ട പല സഭകളുടെയും പിതാക്കന്മാർ
അവരുടെ പല ഘട്ടങ്ങളിലുള്ള പ്രസംഗങ്ങളിൽ അവർക്ക് പറയേണ്ടി വന്നില്ലേ? ഇതൊക്കെ ഇല്ലാത്ത കാര്യം ഞങ്ങൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് വന്നതാണോ? അല്ല. കേരളത്തിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് തുടർക്കഥയായിട്ടുണ്ട്. അതിനെന്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ പ്രസക്തിയേറുന്നു എന്ന ചോദ്യത്തിനാണ് ഞാൻ ആദ്യം മറുപടി പറഞ്ഞത്. കേരളത്തിനകത്ത് മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടുവരുന്ന ഇന്ത്യയിൽ ലോകത്തിലെ ISIS-നെ പോലെയാണ് ഇന്ത്യയിലെ SDPI എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ച SDPI-യുമായിട്ടാണ് ഇവിടെ കേരളത്തിനകത്ത് രാഷ്ട്രീയ ബാന്ധവം അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ പിന്നാമ്പുറത്ത് പോയി തിണ്ണയിലിരിക്കുന്ന വി ശിവൻകുട്ടി അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാറുന്നു എന്നുള്ളത് ഒന്നാമത്തെ ഘട്ടം. ജമായത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ വലിയ വായിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് വഴങ്ങിക്കൊണ്ട് കേരളത്തിലെ UDF എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ അത് ഏത് പാർട്ടിയിൽ നിന്നാലും അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കില്ല എന്നൊരു പെൺകുട്ടി പറയുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കേരളത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും വലതുപക്ഷം അധികാരത്തിൽ വന്നാലും പിറകിൽ നിന്ന് ഈ സംഘടനകളെ ഈ രണ്ട് മുന്നണികളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനത്തിന്, വർഗീയ ചേരിതിരിവിനും, മതരാഷ്ട്രവാദത്തിന് വലിയ പ്രസക്തി കൊടുക്കുന്ന ജമായത്തെ ഇസ്ലാമിയും SDPI-യും ഈ ലീഗും അതുപോലെ തന്നെ PDP പോലുള്ള സംഘടനകളാണ്. അങ്ങനെയുള്ള സംഘടനകൾ വരുമ്പോ ഇന്നലകളിൽ രഹസ്യമായി ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും പരസ്യമായി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പങ്കുവയ്ക്കും.